സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ പങ്കെടുക്കാത്തവർ പാകിസ്ഥാനിലേക്ക് പോവുക. തൃശ്ശൂരിലെ ഒരു വിദ്യാഭ്യാസ വ്യാപാരിയുടെ വാക്കുകളാണിത്. തൻ്റെ സ്കൂളിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ പങ്കെടുക്കാത്ത വിദ്യാർത്ഥികളെ പാകിസ്ഥാനിലേക്ക് പോകണമെന്നാണ് അതിൻ്റെ ഉടമയായ വ്യക്തി പറഞ്ഞിട്ടുള്ളത്. പാകിസ്ഥാൻ എന്താ സ്വതന്ത്ര ഇന്ത്യയുടെ അന്തമാണോ? ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്ക് അഭിമതരല്ലാത്ത സ്വാതന്ത്ര്യ സമര സേനാനികളെ നാടുകടത്താൻ ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹങ്ങൾ. അവിടെ സെല്ലുലാർ ജയിൽ സ്ഥാപിച്ച ശേഷം അതിനെ കൂടി ചേർത്താണ് കാലാപ്പാനി, അതായത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിരുന്ന ആളുകളെ നാടുകടത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ബ്രിട്ടീഷ് ഇന്ത്യയിലെ അന്തമാൻ പോലെ സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു പ്രത്യേക പാർട്ടി ഭരണത്തിൽ വന്നതിന് ശേഷം അവർക്കെതിരായി, അവർക്ക് ഹിതകരമല്ലാത്തത് പറയുന്നവരെയോ പ്രവർത്തിക്കുന്നവരെയോ, അല്ലെങ്കിൽ അവർക്ക് യാതൊരു കാരണവുമില്ലാതെ അവർ വെറുക്കുന്നവരെയോ പറഞ്ഞേക്കാനുള്ള സ്ഥലമായി പലപ്പോഴും പറയാറുള്ളത് പാകിസ്ഥാൻ എന്നാണ്. പാകിസ്ഥാനിലേക്ക് കയറ്റി അയക്കും. എങ്ങനെ? പാകിസ്ഥാനിലും ഇതുപോലെ അന്തമാനിൽ ബ്രിട്ടീഷുകാർ ഒരു സെല്ലുലാർ ജയിൽ സ്ഥാപിച്ചിരുന്നു. അതുപോലെ പാകിസ്ഥാനിൽ ഇന്ത്യയിൽ ഒരു പ്രത്യേക പാർട്ടിക്കാർക്ക് ഇഷ്ടമില്ലാത്തവരെ കയറ്റി അയക്കാനുള്ള, അവിടെ താമസിപ്പിക്കാനുള്ള സെല്ലുലാർ ജയിൽ പോലെ സമാനമായ മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടോ എന്നറിഞ്ഞുകൂടാ. ഏതായാലും സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആഘോഷ ചടങ്ങുകളിൽ പങ്കെടുക്കാത്തവർ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറയുന്ന വ്യക്തി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാതെ അക്കാലത്ത് ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കി കഴിഞ്ഞവർ ബ്രിട്ടീഷുകാർ പോയപ്പോൾ ബ്രിട്ടനിലേക്ക് പോകണമെന്ന് കൂടി പറഞ്ഞാൽ അത് അംഗീകരിക്കുമോ? കേവലം സ്വാതന്ത്ര്യ ദിന ആഘോഷത്തിന്റെ ചടങ്ങുകളിൽ പങ്കെടുക്കാത്തതിന് പാകിസ്ഥാനിലേക്ക് പോകണമെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാതെ ഒറ്റുകാരായി അധിനിവേശക്കാർക്കൊപ്പം നിന്ന് സഹകരിച്ചവർ അവരെ വിട്ടുപോയപ്പോൾ, അവർ ഇട്ടെറിഞ്ഞു പോകേണ്ടി വന്നപ്പോൾ അവരുടെ കൂടെ ഇംഗ്ലണ്ടിലേക്ക് പോകേണ്ടതായിരുന്നില്ലേ? ഇങ്ങനെയും ചോദിക്കാവുന്നതാണ്. ഏതായാലും ഈ പാകിസ്ഥാനിലേക്ക് പോവുക എന്ന പ്രയോഗത്തിന് ഒരുപാട് വശങ്ങളുണ്ട്. അതിൽ ചിലത് ഇവിടെ പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. പാകിസ്ഥാനിലേക്ക് പറഞ്ഞയക്കും എന്നൊക്കെയുള്ള വാദം ഒരു പ്രത്യേക വിഭാഗത്തിന്റെ അധികാര വർഗത്തിന്റെ പ്രീതി പിടിച്ചുപറ്റാനുള്ള ഒരുതരം കാക്കാപിടുത്തമാണ്, ഒരുതരം സോപ്പിംഗ് ആണ് എന്ന് കാണാം. അതായത് ഇന്ന് അധികാരത്തിലുള്ളവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്കാണ് പാകിസ്ഥാനിലേക്ക് പറഞ്ഞയക്കുക എന്നുള്ളത്. അത് നമ്മളും ആവർത്തിക്കുമ്പോൾ നമ്മൾ അവരുടെ ആളായി തീരുമല്ലോ എന്ന ആശയത്തിൽ നിന്നാണ് പാകിസ്ഥാനിലേക്ക് പോവുക എന്ന് യഥാർത്ഥത്തിൽ പറയുന്നവരെക്കാൾ ആവേശത്തിൽ യഥാർത്ഥത്തിൽ ഇംഗ്ലണ്ടിലേക്ക് പോകേണ്ടവരോ, ഭൂട്ടാനിലേക്ക് പോകേണ്ടവരോ, നേപ്പാളിലേക്ക് പോകേണ്ടവരോ ഒക്കെ പാകിസ്ഥാനിലേക്ക് പോവുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? പാകിസ്ഥാൻ ചൈനയിലേക്ക് പോയാൽ പറ്റില്ലേ? ഭൂട്ടാനിലേക്ക് പോയാൽ പറ്റില്ലേ? നേപ്പാളിലേക്ക് പോയാൽ പറ്റില്ലേ? ശ്രീലങ്കയിലേക്ക് പോയാൽ പറ്റില്ലേ? അതെന്താ പാകിസ്ഥാനിലേക്ക് പോവുക എന്ന് മാത്രം പറയുന്നത്? അതിന് ചില മനഃശാസ്ത്രപരമായ കാരണങ്ങളുണ്ട്, അടിസ്ഥാനങ്ങളുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്വാതന്ത്ര്യ സമര സേനാനികളെ കാലാപ്പാനി കടത്തും എന്ന് പറഞ്ഞാൽ അവർ സാമൂഹ്യമായും മതപരമായും ഒറ്റപ്പെടലിനെ നേരിടുക എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ മതപരമായ ഒരു ആംഗിൾ ഈ പാകിസ്ഥാനിലേക്ക് പറഞ്ഞു വിടുന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ ചില അവസരവാദികളുടെയും സോപ്പിടലുകാരുടെയും ഭരണകൂടത്തിന്റെ സേവക്കാരുടെയും ആശ്രിതരുടെയും ഉപജാപക വൃന്ദങ്ങളുടെയും ഭാഷ പാകിസ്ഥാനിലേക്ക് പോവുക എന്ന് വെച്ചാൽ ഒരു പ്രത്യേക സമുദായത്തെ ആണത് പ്രത്യേകമായും ഉദ്ദേശിക്കുന്നത്. അതിന് തർക്കമില്ല. ആ സമുദായത്തെ മതപരമായി ആട്ടിപ്പായിക്കുക എന്നുകൂടി അതിനൊരു ധ്വനിയുണ്ട്. തുല്യ ദുഃഖിതരായ ഒരു നിശ്ചിത ഭരണത്തിന് കീഴിൽ ഒരേപോലെ അവഗണിക്കപ്പെടുന്ന, ആട്ടിയോടിക്കപ്പെടുന്ന സമൂഹങ്ങൾ തമ്മിൽ പരസ്പരം ഭിന്നിച്ച് കാണുന്നത് ആ ചൂഷകന്മാർക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. ഏതൊരു പാർട്ടിയാണോ ഭരണകൂടത്തിലുള്ളത് അവർക്ക് ഒത്താശ പാടുന്ന ചില കഴിഞ്ഞുകൂടൽ പരിപാടിയുണ്ട്, അതായത് സർവൈവൽ തന്ത്രം. അതിന്റെ ഭാഗമാണ് പാകിസ്ഥാനിലേക്കുള്ള ഈ സ്കൂൾ വ്യാപാരിയുടെ ആട്ടിപ്പായ്ക്കൽ. ഇത് കേൾക്കുന്നവർ ഇയാൾ വലിയ ദേശസ്നേഹിയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു കുതന്ത്രം മാത്രമാണിത്. ഈ ഗിമ്മിക്കിന്റെ രഹസ്യം വിവരമുള്ളവർക്കൊക്കെ ഊഹിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. പക്ഷെ വിവരമില്ലാത്ത കുറെ ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അയാളുടെ ധൈര്യം. അയാളെ ഒരു ദേശസ്നേഹിയായിട്ടും സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിനെ ബഹിഷ്കരിച്ചവരെ പാകിസ്ഥാനിലേക്ക് അയക്കണമെന്ന് പ്രഖ്യാപിച്ച ആൾ എങ്ങനത്തെ ദേശസ്നേഹിയാണെന്ന് പാടി പുകഴ്ത്താനുള്ള ഒരു വിഡ്ഢി വിഭാഗം ഇവിടെ ഉണ്ട് എന്നുള്ളത് അയാൾക്ക് നല്ല പോലെ അറിയാം. അതുകൊണ്ടുള്ള
അവസരവാദം തന്നെയാണ് അയാൾ പയറ്റിയിട്ടുള്ളത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം തുടങ്ങിയപ്പോൾ തന്നെ ആൻഡമാൻ അവിടെ ജയിൽ പണിയാൻ തുടങ്ങിയവർ ബ്രിട്ടീഷുകാർ. 1858 മാർച്ച് 10 ആദ്യത്തെ ബാച്ച് 200 പേരെയാണ് സ്വാതന്ത്ര്യ സമര സേനാനികളെ ആൻഡമാനിലെ കാലാപ്പാനി എന്ന സെല്ലുലാർ ജയിലിലേക്ക് ബ്രിട്ടീഷുകാർ അയച്ചത്. ആ അയക്കലിന്റെയും അവിടെ പോയ ശേഷമുള്ളതിന്റെയും പീഡനങ്ങളുടെയും യാതനകളുടെയും അവസ്ഥകൾ ചരിത്രമാണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇവിടെ ഇപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിൽ ഇവിടെ അനഭിമതരായ അതാരാണ്? ഒരു പ്രത്യേക സമുദായം തന്നെയാണത്. അവർക്ക് നിശ്ചയിച്ച സെല്ലുലാർ ജയിൽ പാകിസ്ഥാനിലാണത്രേ. ഏതായാലും മിണ്ടിയതിനും പറഞ്ഞതിനും തൊട്ടതിനും പിടിച്ചതിനും എല്ലാം പാകിസ്ഥാനിലേക്ക് അയക്കും എന്നൊരു പല്ലവി, അത് ഒരു ക്ലീഷയായി മാറിയിട്ടുണ്ട് ഇപ്പോൾ. രാജ്യത്ത് നിന്ന് പുറത്താക്കും എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം, അതൊരു കോമൺ സബ്ജക്റ്റാണ്, വിഷയമാണ്. അതേമത് പാകിസ്ഥാനിലേക്ക് അയക്കും എന്നതുകൊണ്ട് ആ അമ്പ് ലക്ഷ്യം വെക്കുന്നത് ഒരു പ്രത്യേക സമുദായത്തെ തന്നെയാണ്. അതിലൂടെ നേടാവുന്ന രാഷ്ട്രീയ നേട്ടങ്ങൾ, നിലനിൽപ്പിന്റെ സൗകര്യങ്ങൾ, ഇതൊക്കെയാണ് ഇത് പറയുന്നവർ കാണുന്നത്. ഏതായാലും മാളയിലെ വിദ്യാഭ്യാസ വ്യാപാരി ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യക്കാർ സ്വാതന്ത്ര്യ സമരം നടത്തിയപ്പോൾ എവിടെയായിരുന്നു എന്ന് സ്വയം ആത്മപരിശോധന നടത്തട്ടെ. ഇവിടെ ഇപ്പോൾ ചില സമൂഹങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണോ അതേ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പോകണമോ, ഇവിടെ തന്നെ തുടരണമോ എന്നത് ആ സമൂഹങ്ങൾ തന്നെ തീരുമാനിച്ചുകൊള്ളും. ഏതെങ്കിലും വിദ്യാഭ്യാസ മറ്റ് രീതിയിലുള്ള കച്ചവടങ്ങളിൽ ഏർപ്പെട്ട വ്യാപാരികൾ അത് നിശ്ചയിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. പാകിസ്ഥാനിലേക്ക് പറഞ്ഞേക്കുമെന്ന് പറഞ്ഞാൽ ഉടനെ പേടിച്ച് വിറച്ച് ഇവർ പറയുന്നതിന് വഴങ്ങിക്കൊടുക്കും ഒരു പ്രത്യേക സമൂഹം എന്നിവർ കരുതുന്നുണ്ടെങ്കിൽ അവരുടെ കരുതൽ അസ്ഥാനത്താണ്. പഴയ കാലത്ത് സ്തുതിപാഠകരെ ശമ്പളം കൊടുത്ത് നിയമിക്കുന്ന ഒരു ഏർപ്പാട് രാജസദസ്സുകളിൽ, ദർബാറുകളിൽ ഉണ്ടായിരുന്നത്രേ. പുതിയ കാലത്തും രാഷ്ട്രീയക്കാർ തങ്ങളുടേതായ ഉപജാപക വൃന്ദങ്ങളെ കൊണ്ടു നടക്കാറുണ്ട്. അതിനുള്ള ചെല്ലും ചെലവും എല്ലാം അവർ കൊടുക്കും. ഇതൊന്നും കിട്ടാതെ, ശമ്പളമോ കൂലിയോ ഒന്നും ഇല്ലാതെ തന്നെ കൂലി തേവയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ അധികം സ്തുതിപാഠകർ ഇപ്പോഴത്തെ ഭരണാധികാരികൾക്കും ഭരണത്തിനും സ്തുതി പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാധാരണ നിലയിൽ വിഡ്ഢിയും അവിവേകിയും ആയ അധികാരികളാണ് സ്തുതിപാഠകരെ വിശ്വസിക്കുന്നതും അവരെ നിയമിക്കുന്നതും അവരെ കൊണ്ടു നടക്കുന്നതും. മാന്യന്മാരായ വിവേകശാലികളായ ഭരണാധികാരികൾ ഒരിക്കലും ഇത്തരക്കാരെ അടുപ്പിക്കുകയില്ല. ഇന്നത്തെ നമ്മുടെ ഭരണകൂടം സ്തുതിപാഠകരെ പരോക്ഷമായും പ്രത്യക്ഷമായും പ്രോത്സാഹിപ്പിക്കുമ്പോൾ എന്നത്തെയും ഭരണകൂടങ്ങൾ അത് തന്നെയായിരുന്നു ചെയ്തിരുന്നത് എന്നുകൂടി പറയേണ്ടി വരും. തൂക്കം ഒപ്പിക്കാനല്ല, അതാണ് അതിൻ്റെ വസ്തുത. അതുകൊണ്ട് തന്നെ സ്തുതിപാഠകരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ അവരുടെ ഉപജീവനം അങ്ങനെയാണ് കണ്ടെത്തുന്നത്.